ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാൾസ് ലാംബ് എഴുതിയിട്ടുള്ള ഡ്രീം ചിൽഡ്രൻ എ റെവറി എന്ന് പറയുന്ന എസ്സേ ആണ്. ഓക്കെ, അപ്പോൾ ഈ എസ്സേയുടെ ഒരു ജനറൽ ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹൈലി ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള എസ്സേ ആണ് ആൻഡ് നല്ല ഇമോഷണൽ ആയിട്ടുള്ള എസ്സേ ആണ്. അതായത് ഇത് അദ്ദേഹം ചാൾസ് ലാംബ് തന്നെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എസ്സേസ് വെച്ചിട്ടാണ് തൻ്റെ ലൈഫിലെ ഓരോരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സും അദ്ദേഹത്തിന് ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നുന്നതും എല്ലാം എസ്സേയിലാക്കി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊരു പേഴ്സണൽ എസ്സേ ആണ്, ഹൈലി ഓട്ടോബയോഗ്രഫിക്കലാണ്, ഇമോഷണലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈറ്റിൽ തന്നെ നോക്കാം. ഫസ്റ്റ്, ഡ്രീം ചിൽഡ്രൻ എ റെവറി. ഓക്കെ, ഇതിൽ എ റെവറി എന്ന് പറയുന്ന, അതായത് റെവറി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഡേ ഡ്രീമിങ് എന്നുള്ളതാണ്. ഡേ ഡ്രീമിങ് അല്ലെങ്കിൽ ഡ്രീമി റിഫ്ലക്ഷൻ, അതായത് ദിവാസ്വപ്നം. ഓക്കെ, നമ്മൾ ദിവാസ്വപ്നം സാധാരണ എപ്പോഴാണ് കാണുന്നത്? നമ്മൾ ഹൈലി വിഷമിച്ചിരിക്കുന്ന സ്റ്റേറ്റിൽ, അതായത് നമ്മളുടെ റിയാലിറ്റി അത്രത്തോളം ഹാർഷ് ആകുമ്പോഴാണ് നമ്മൾ ദിവാസ്വപ്നം കാണുന്നത്, ടു എസ്കേപ്പ് ഫ്രം ദാറ്റ് റിയാലിറ്റി അല്ലേ. അപ്പോൾ ഇതും അങ്ങനത്തെ ഒരു രീതിയിലുള്ള രസമാണ് നമുക്ക് പറയാം. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പോയിൻറ്റ്സും ഈ എസ്സേ പറയുന്നത് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്ത് പറഞ്ഞു പോവാം. ഓക്കെ, ഫസ്റ്റ്, ഈ റെവറി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡേ ഡ്രീമിങ് ഓർ ഡ്രീമി റിഫ്ലക്ഷൻ എന്നുള്ളതാണ്. ആൻഡ് ഈ എസ്സേയിലെ ഇമ്പോർട്ടൻറ്റ് തീംസ് എന്ന് പറയുന്നത് മെമ്മറി വരും, ഇമാജിനേഷൻ, ഡ്രീം ആൻഡ് റിയാലിറ്റി. ഓക്കെ, അപ്പോൾ ഈ എസ്സേയുടെ നരേറ്റർ എന്ന് പറയുന്നത് ഈലിയ ആണ്. ഓക്കെ, ഈലിയ, ELIA. അപ്പോൾ ഈലിയ എന്ന് പറയുന്നത് ചാൾസ് ലാംബിൻ്റെ ഒരു പെൻ നെയിം ആയിരുന്നു. ഈലിയ, എസ്സേസ് ഓഫ് ഈലിയ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻ്റെ പേര്. സോ ഈ എസ്സേയിലെ നരേറ്റർ എന്ന് പറയുന്നത് ഈലിയ ആണ്. അപ്പോൾ ഈലിയ തൻ്റെ രണ്ട് മക്കളോട് തൻ്റെ ആൻസിസ്റ്റേഴ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, ഈലിയ എന്ന് പറയുന്ന നരേറ്റർ ഈസ് ടെല്ലിങ് ടു ചിൽഡ്രൻ സ്റ്റോറീസ് അബൌട്ട് ദെയർ ആൻസിസ്റ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആരെക്കുറിച്ചുള്ള കഥകളൊക്കെ പറയുന്നുണ്ട്. ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുമ്പം അവരുടെ തന്നെ ഫാമിലിയിലുള്ള ആൾക്കാരല്ലേ. സോ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആയിട്ടുള്ള മിസ്സസ് ഫീൽഡിനെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ടുള്ള ജോൺ എല്ലിനെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ലവ് ഓഫ് ലൈഫായിട്ടുള്ള ആലിസിനെ കുറിച്ചും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു സ്പോയിലർ തരാം. ഈ എസ്സേയിൽ അദ്ദേഹം മുഴുവനും പറഞ്ഞു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഡേ ഡ്രീം തന്നെയാണ്. ഓക്കെ കേട്ടോ, അത് അല്ലാതെ റിയാലിറ്റിയിൽ ഇങ്ങനെ നടക്കുന്നില്ല. ലൈക്ക് ഹി ഡസൻറ്റ് ഹാവ് എനി ചിൽഡ്രൻ ആൻഡ് അദ്ദേഹത്തിൻ്റെ ലവ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് അദ്ദേഹം ഇങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നെങ്കിൽ നടന്നേക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തേക്കാം, അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡേ ഡ്രീമാണ് ഈ എസ്സേയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അകത്ത് മെയിൻലി പറയുന്നത് ദ ചിൽഡ്രൻ ഹി മൈറ്റ് ഹാവ് ഹാഡ് വിത്ത് ആലിസ്. അതായത് ആലിസുമായിട്ട് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ചിൽഡ്രൻ ഇല്ല, പക്ഷേ അങ്ങനെ ഒരു ചിൽഡ്രൻ ഉണ്ട് എന്ന രീതിയിലാണ് നമുക്ക് നരേറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, ദ സെൻട്രൽ ഇമോഷണൽ ഐഡിയ ഈസ് ദെയർ ഫോർ ലോസ്. അതായത് അദ്ദേഹത്തിന് ഇല്ലാത്ത ആൾക്കാരെക്കുറിച്ച് ആലോചിക്കുകയും കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ഓർക്കുകയും അതുപോലെ തന്നെ ആൻഡ് ദ പോസിബിലിറ്റീസ് ദാറ്റ് ക്യാൻ നെവർ റിട്ടേൺ. അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണ് ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാത്ത ലൈഫ് ഡേ ഡ്രീമിലൂടെ ലിവ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എസ്സേയിലോട്ട് പോകാം. ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം. ഇതിൻ്റെ അകത്ത് ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിൽഡ്രൻ ലവ് ലിസണിങ് ടു സ്റ്റോറീസ് അബൌട്ട് ദെയർ എൽഡേഴ്സ് വെൻ ദേ വർ യങ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുട്ടികളായിരിക്കും നമ്മളുടെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ പോയി ചോദിക്കും, നിങ്ങളെ കുറിച്ചായിരുന്നപ്പോൾ എങ്ങനെയാണ് സ്കൂളിൽ പോയത്, എന്തൊക്കെയായിരുന്നു അന്നത്തെ ഫുഡ്, നിങ്ങൾ എങ്ങനെയായിരുന്നു ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തത്. അതായത് ഇങ്ങനത്തെ ഓരോരോ കുഞ്ഞു അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥയാവട്ടെ, അല്ലെങ്കിൽ ഫെയറി ടെയിൽ, ഫിക്ഷണൽ കഥയാവട്ടെ, എന്ത് കഥയാണെങ്കിലും നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, പണ്ട് നിങ്ങളെല്ലാവരും എങ്ങനെയാണ് എൻജോയ് ചെയ്തത് അല്ലേ. നമുക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. ആൻഡ് ഇതിൻ്റെ അത് ചിൽഡ്രൻ്റെ സ്പെസിഫിക് ആയിട്ട് പറയണം. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ എൽഡേഴ്സിനെ കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർ കുട്ടികളായിരിക്കും. ഓക്കെ, അതിൻ്റെ മെയിൻ കാരണം എന്തായിരിക്കാം? ചിൽഡ്രൻ നല്ലതുപോലെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് കുട്ടികൾക്ക് നമ്മളിപ്പോൾ ഒരു കഥ പറയുമ്പം അത് അവർക്ക് വിഷ്വലി ഇമാജിൻ ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെയാണ് നടന്നത്, അങ്ങനെയൊക്കെയാണ് നടന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, നമുക്ക് നമ്മുടെ ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഇവരുടെയൊക്കെ കഥകൾ നമുക്ക് നമ്മുടെ പേരൻസ് പറഞ്ഞു തന്നിട്ടുണ്ടാവും, പക്ഷേ നമ്മളിവരെ ശരിക്കും കണ്ടിട്ടുണ്ടാവണമെന്നില്ലല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ നേരിട്ട് കാണാത്ത കഥകൾ പോലും നമ്മൾ ഈ നമ്മളുടെ പേരൻസിലൂടെ അങ്ങനെ ഓരോരോ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിലൂടെ അറിയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ദേ എൻജോയ് ഇമാജിനിങ് പീപ്പിൾ ഹൂം ദേ ഹാവ് നെവർ ആക്ച്വലി സീൻ അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നരേറ്ററായിട്ടുള്ള ഈലിയയുടെ അടുത്ത് തൻ്റെ രണ്ട് മക്കൾ വരികയാണ്. ഓക്കെ, ഈ രണ്ട് മക്കൾ വന്നിട്ട് പറയാണ്, ആൻസിസ്റ്റേഴ്സിനെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞു തരാമോ അച്ഛാ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും ഈ നരേറ്ററായിട്ടുള്ള ഈലിയ ഹി സ്റ്റാർട്ടഡ് നരേറ്റിംഗ് ദ സ്റ്റോറി ഓഫ് ദെയർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഫീൽഡ്. മിസ്സസ് ഫീൽഡിൻ്റെ കഥയാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓക്കെ, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആയിട്ടുള്ള മിസ്സസ് ഫീൽഡ്
ഒരു ഹ്യൂജ് ഹൗസിലാണ് താമസിച്ചിരുന്നത് ഇൻ നോർഫോക്ക്. അപ്പോൾ ഈ വീടെന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു. അവരിപ്പം അതായത് ഈ അച്ഛനും മക്കളും ഇപ്പോൾ ജീവിക്കുന്ന വീടിനെക്കാട്ടും ഭയങ്കര വലിയൊരു വീടായിരുന്നു അതെന്ന് പറയുന്നത്. ആൻഡ് ആ ഹൗസിനൊരു സ്റ്റോറി ഉണ്ട്. ഓക്കെ, ദ ചിൽഡ്രൻ ഇൻ ദ വുഡ്, ആ കഥയുമായിട്ട് ആ ബാലഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറി എന്താണ് ഈ വീടിനുണ്ട്. അതായത് ഈ ചിൽഡ്രൻ ഇൻ ദ വുഡ് എന്ന് പറയുന്നത് ഒരു ബാലഡാണ്. ബാലഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, അവർ കൊളോക്കിയൽ ലാംഗ്വേജിൽ എല്ലാവരും പാടി നടക്കുന്ന നാട്ടുഗാനം, ഓക്കെ അങ്ങനെ പറയാം നമുക്ക്. അപ്പോൾ അങ്ങനെ പാടി നടക്കുന്ന ഒരു പാട്ടാണ് ബാലഡ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു സ്റ്റോറി കാണും. സോങ് വിച്ച് ടെൽസ് എ സ്റ്റോറിയാണ് ബാലഡിൻ്റെ മീനിങ്. സോ ഈ ബാലഡിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 കുട്ടികളുണ്ടായിരുന്നു. ആ 2 കുട്ടികൾ ദേ വെ മേർഡേർഡ് ബൈ ദെയർ അങ്കിൾ നല്ല ക്രൂവലായിട്ട് ട്രീറ്റ് ചെയ്യുമായിരുന്നു അവരെ. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ മരണപ്പെട്ടു. അപ്പോൾ അവരുടെ സ്റ്റോറി പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചിമ്നി പീസ് ഉണ്ടായിരുന്നു, കാർവ്ഡ് ഇൻ വുഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു പെയിൻറ്റിങ് അവരുടെ ഈ ഒരു വീട്ടിലുണ്ടായിരുന്നു. മിസ്സസ് ഫീൽഡ്, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആയിട്ടുള്ള മിസ്സസ് ഫീൽഡിൻ്റെ ഈ വീട്ടിൽ ആ ഒരു പെയിൻറ്റിങ് ഉണ്ടായിരുന്നു, അവരുടെ ഹോളിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീട് ഈസ് ഫിൽഡ് വിത്ത് ഓൾഡ് ഹിസ്റ്റോറിക്കൽ മെമ്മറീസ് അബൌട്ട് ദ ചിൽഡ്രൻ ഇൻ ദ വുഡ്. ഓക്കെ, അപ്പോൾ ഈ ചിമ്നി പീസ് ഉണ്ടല്ലോ, ഈ ചിമ്നി പീസിൽ ദ ചിൽഡ്രൻ ഇൻ ദ വുഡിൻ്റെ സ്റ്റോറി ഉണ്ട്. അപ്പോൾ ഇതിനൊരു ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ടല്ലേ, കാരണം ഇതൊരു സ്റ്റോറി ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ചിമ്നി പീസാണ്. പക്ഷേ ഒരു വെൽത്തി ഫൂളിഷ് ആയിട്ടുള്ളൊരു പേഴ്സൺ വന്നിട്ട് ഈ ഓൾഡ് വുഡൻ കാവിങ് ആ വീട്ടിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു. ആൻഡ് ഹീ റീപ്ലേസ്ഡ് ഇറ്റ് വിത്ത് എ മോഡേൺ മാർബിൾ ഫയർ പ്ലേസ് ദാറ്റ് ഹാഡ് നോ സ്റ്റോറി ഓൺ ഇറ്റ്. അതായത് ഒരു കഥയും ഇല്ലാത്ത, ഒരു സ്പെഷ്യാലിറ്റിയും ഇല്ലാത്ത ഒരു മോഡേൺ മാർബിൾ ഫയർ പ്ലേസുമായിട്ട് ഇതെന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്ത് കളഞ്ഞു. അതായത് ഓൾഡ് ആയിട്ടുള്ള സാധനം മാറ്റിയിട്ട് മോഡേൺ ആയിട്ടുള്ളൊരു സാധനം അവിടെ വന്ന് പ്ലേസ് ചെയ്തു. അതാണ് അവിടെ നടന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രഡീഷൻ വേഴ്സസ് മോഡേണിറ്റി കാണാൻ പറ്റും അല്ലേ. ഓൾഡ് മെമ്മറീസും ട്രഡീഷൻസും പിന്നെ അതിനെ റിപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് ദ മോഡേൺ advancements. Okay, the old house contains history and emotional memories while modernization destroys some of those memories. അതാണ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബാക്ക് ടു ദ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഫീൽഡ്. അപ്പോൾ മിസ്സസ് ഫീൽഡ് എന്ന് പറയുന്ന വെരി റിലീജിയസ് ആയിട്ടുള്ള, ഗുഡ് ആയിട്ടുള്ള, റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു വുമൻ ആയിരുന്നു അവരുടെ ഒരു സൊസൈറ്റിയിൽ. ഓക്കെ, അപ്പോൾ മിസ്സസ് ഫീൽഡ് ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ വലിയ വീട്ടിലാണ് താമസിക്കുന്നതെന്ന്, ആ വീടിൻ്റെ റിയൽ ഓണർ അല്ല മിസ്സസ് ഫീൽഡ് എന്ന് പറയുന്നത്. പക്ഷേ ഷി വാസ് ദ കെയർ ടേക്കർ ഓഫ് ദാറ്റ് ഹൗസ്. ഷി വാസ് റെസ്പോൺസിബിൾ ഫോർ ലുക്കിംഗ് ആഫ്റ്റർ ഇറ്റ്. ഓക്കെ, ഈ വീടിൻ്റെ റിയൽ ഓണർ എന്ത് ചെയ്തു, ഒരു വലിയൊരു മോഡേൺ ഹൗസിനെ പ്രിഫർ ചെയ്തിട്ട് ആ വേറൊരു വീട്ടിലോട്ട് അയാൾ ഷിഫ്റ്റ് ആയപ്പം മിസ്സസ് ഫീൽഡിനെ ഈ വീട് നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. ഫീൽഡ് നെവർലെസ് ലിവ്ഡ് ഇൻ ദ ഗ്രേറ്റ് ഹൗസ് ആസ് ദോ ഇറ്റ് വെയർ ഹെർ ഓൺ. ഓക്കെ, അപ്പോൾ നല്ല ഡിഗ്നിറ്റിയോടുകൂടി നല്ല രീതിയിൽ സ്വന്തം വീടാണെന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട്, അതായത് അത്രത്തോളം കെയർ കൊടുത്തുകൊണ്ട് ഈ വീടിനെ നോക്കി പോവുകയാണ് മിസ്സസ് ഫീൽഡ് എന്ന് പറയുന്ന ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. ഓക്കെ, അപ്പം മിസ്സസ് ഫീൽഡിൻ്റെ ഡെത്തിന് ശേഷം ഈ വീട് മൊത്തത്തിൽ നശിക്കാൻ തുടങ്ങി, നിയർലി ഡിമോളിഷ്ഡ് ആയി. ആൻഡ് ഈ വീടിൻ്റെ അകത്തുള്ള ഓൾഡ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് എല്ലാം എടുത്ത് കളഞ്ഞു. ആൻഡ് ആ പഴയ സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഒരു റിയൽ ഓണർ ഓഫ് ദാറ്റ് ഹൗസ് എന്ന് പറയുന്ന വേറൊരു ഫാഷനബിൾ ആയിട്ടുള്ളൊരു മോഡേൺ ആയിട്ടുള്ള വീട്ടിലോട്ട് പോയെന്ന്. അപ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്ന പഴയ വസ്തുക്കളെല്ലാം കൊണ്ടുപോയി ആ മോഡേൺ ഹൗസിലോട്ട് കൊണ്ടുപോയി ഇട്ടു. അപ്പോൾ നരേറ്റർ ഇവിടെ ഒരു കമ്പാരിസൺ ചെയ്യുകയാണ്. ഹി കമ്പയർസ് ടേക്കിംഗ് ഓൾഡ് ടൂംസ് ഫ്രം അൻ ആബേ ആൻഡ് പുട്ടിംഗ് ദം ഇൻ എ ഫാഷനബിൾ ഡ്രോയിങ് റൂം. അതായത് ഒട്ടും സ്യൂട്ട് ആവുന്നില്ല എന്നാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം, ഒരു പുതിയ വീട്, ആ പുതിയ വീട്ടിൽ കംപ്ലീറ്റ്ലി മോഡേൺ ആയിട്ടുള്ള, ഭയങ്കര ഫാഷനബിൾ ആയിട്ടുള്ള, സ്റ്റൈലിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടുകയാണ് ഉള്ളൊരു വീട്. അപ്പോൾ അവിടെ നമ്മൾ ഫേർണിച്ചറായിട്ട് ഭയങ്കര വുഡൻ ആയിട്ടുള്ള ഓൾഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടിടുമ്പോൾ അവിടെ ഒരു മിസ്മാച്ച് വരെയാണ്. അതുകൊണ്ടിട്ടാണ് ഇവിടെ നമ്മൾ നരേറ്റർ ആയിട്ടുള്ള ഈലിയ ഹി കമ്പയർസ് ഇറ്റ് വിത്ത് ഓൾഡ് ടൂംസ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണ്. ആ പഴയ സാധനങ്ങൾ കൊണ്ടുപോയി പുതിയ വീട്ടിലിടുമ്പോൾ ഒരു മിസ്മാച്ച് ഇല്ല, അതായത് മൊത്തത്തിലൊരു താളം തെറ്റിക്കുകയാണ് രണ്ട് വീടിൻ്റെയും ഫേർണിച്ചർ എന്ന് പറയുന്നത്. ദിസ് ഷോസ് ഹൗ ദ പാസ്റ്റ് ഈസ് ബീങ് ഡിസ്പ്ലേസ്ഡ് ബൈ മോഡേണിറ്റി വന്നിട്ട് എല്ലാവിധ പാസ്റ്റിൻ്റെ ഓരോരോ സാധനങ്ങളെയും വന്ന് റിപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ റിപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നിനെ മറ്റൊന്നായിട്ടും മറ്റൊന്നിനെ വേറൊരു രീതിയിലും. ആൻഡ് ഇനി നമ്മൾ പറഞ്ഞല്ലോ മിസ്സസ് ഫീൽഡ് ഹൈലി റിലീജിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ക്രിസ്ത്യാനിറ്റിയിൽ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബൈ ഹാർട്ടായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു മിസ്സസ് ഫീൽഡ് എന്ന് പറയുന്ന ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. ഓക്കെ, അപ്പോൾ മിസ്സസ് ഫീൽഡ് മരണപ്പെട്ടപ്പോൾ അവിടുത്തെ നെയ്ബേഴ്സും അവിടെ ഉള്ള എല്ലാ ആൾക്കാരും ദൂരെ നിന്ന് വരെ ആൾക്കാർ കാണാൻ വേണ്ടി വന്നിരുന്നു. അത്രത്തോളം റെസ്പെക്റ്റഡ് ആൻഡ് ലവ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇവരുടെ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത്. ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ ഒരു വലിയ പോർഷൻ തന്നെ ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മിസ്സസ് ഫീൽഡ്. ഓക്കെ, ദിസ് എസ്റ്റാബ്ലിഷസ് ഫീൽഡ് ആസ് എ വുമൺ ഹു ഈസ് റിമെമ്പേർഡ് നോട്ട് ബിക്കോസ് ഷി വാസ് വെൽത്തി
ബട്ട് ബിക്കോസ് ഓഫ് ഹർ ഗുഡ്നെസ്, റിലീജിയസ് ഡിവോഷൻ ആൻഡ് ക്യാരക്ടർ. ഇനി നമുക്ക് മിസ്സസ് ഫീൽഡ് ഒരു യങ് വുമൺ ആയിരുന്നപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നരേറ്റർ പറയാണ്, മിസ്സസ് ഫീൽഡ് യങ് ആയിരുന്നപ്പോൾ ഭയങ്കര ടോളായിരുന്നു, അപ്രൈറ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കുമായിരുന്നു, ഗ്രേസ്ഫുൾ ആയിരുന്നു, നല്ലതുപോലെ ഡാൻസ് കളിക്കുമായിരുന്നു, എക്സലൻ്റ് ആയിട്ടുള്ളൊരു ഡാൻസർ ആയിരുന്നു മിസ്സസ് ഫീൽഡ് എന്ന് പറയുന്നത്. ആൻഡ് ആ സ്ഥലത്ത് തന്നെ ബെസ്റ്റ് ഡാൻസർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ അതിനുശേഷം ഒരു വലിയ അസുഖം മിസ്സസ് ഫീൽഡിന് ബാധിച്ചു, ദാറ്റ് ഈസ് ക്യാൻസർ. ആൻഡ് ഇത് കാരണം ബോഡി ഫിസിക്കലി വീക്കൺ ആവുകയും ഒരുപാട് ഫിസിക്കലി ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് മിസ്സസ് ഫീൽഡിന് അതിനുശേഷം. ബട്ട് ഹൗവർ ഇറ്റ് കുഡ് നോട്ട് ഡിസ്ട്രോയ് ഹർ ഗുഡ് സ്പിരിറ്റ്. ഓക്കെ, ഇത്രത്തോളം പ്രതിസന്ധികൾ വന്നിട്ട് പോലും ഷീ റിമൈൻഡ് എ ഗുഡ് ഹ്യൂമൻ ബീങ്. Even though her body was physically bent by her disease, her spirit remained morally and emotionally upright because of her goodness and religious faith. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മിസ്സസ് ഫീൽഡിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. അതായത് മിസ്സസ് ഫീൽഡിൻ്റെ ലൈഫിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രോ ആണ് ഇപ്പോൾ നമ്മൾ ഈലിയ തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതിന് ശേഷം ഒരു ഗോസ്റ്റിൻ്റെ സ്റ്റോറിയാണ് ഈ ഒരു എസ്സേയിൽ വരുന്നൊരു പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫീൽഡ് ആ വീട്ടിൽ ആ ഒരു വലിയ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്, ഈ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആയിട്ടുള്ള ഫീൽഡ്. അപ്പം മിസ്സസ് ഫീൽഡിൻ്റെ ഒരു ബിലീഫ് വെച്ചിട്ട് ആ വീട്ടിൽ 2 കുഞ്ഞുങ്ങൾ ഗോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഷി ബിലീവ് ദാറ്റ് ദ ഗോസ്റ്റ് ഓഫ് 2 infants appeared at midnight and moved up and down the staircase. സ്റ്റെയർ കയറുന്നു ഇറങ്ങുന്നു എന്ന രീതിയിൽ 2 കുട്ടികളുടെ പ്രേതം ആ വീട്ടിലുണ്ടായിരുന്നുവെന്ന് മിസ്സസ് ഫീൽഡ് വിശ്വസിച്ചിരുന്നു. ഹൗവർ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പോലും മിസ്സസ് ഫീൽഡിന് പ്രേതങ്ങളെ ഒന്നും പേടിയില്ലായിരുന്നു. ഓക്കെ, ഷീ ബിലീവ് ദാറ്റ് ദ ഇന്നസെൻറ്റ് ചിൽഡ്രൻ വുഡ് നോട്ട് ഹാം ഹർ. അതായത് ആ കുട്ടികളൊന്നും തന്നെ ഉപദ്രവിക്കൂല എന്ന് ഒരു ബിലീഫ് നമ്മളുടെ മിസ്സസ് ഫീൽഡിനുണ്ടായിരുന്നു. അപ്പോൾ ദ നരേറ്റർ ഇൻ കോൺട്രാസ്റ്റ് വാസ് ഫ്രൈറ്റൻഡ് ബൈ ദ സപ്പോസ്ഡ് ഗോസ്റ്റ്. ഓക്കെ, പക്ഷേ നമ്മളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിന് പേടിയില്ലായിരുന്നെങ്കിൽ പോലും നരേറ്റർ ആയിട്ടുള്ള ഈലിയയ്ക്ക് ആ വീട്ടിൽ വരുമ്പോൾ എപ്പോഴും പേടിയായിരുന്നു ഈ ഗോസ്റ്റിൻ്റെ കാര്യം ഓർത്തിട്ട്. ഓക്കെ, ഈ 2 infants എന്ന് പറയുന്നുണ്ടല്ലോ, നമുക്കതിനെ ചിൽഡ്രൻ ഇൻ ദ വുഡുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ചിൽഡ്രൻ ഇൻ ദ വുഡും 2 കുട്ടികളെ വാസ് കിൽഡ് ബൈ ദ അങ്കിൾ അല്ലേ. അപ്പോൾ ആ കുട്ടികളുടെ പ്രേതങ്ങൾ ഈ വീട്ടിലുണ്ടെന്നാണ് മിസ്സസ് ഫീൽഡ് വിശ്വസിച്ചിരുന്നതും. ആൻഡ് അവരെപ്പോഴും സ്റ്റെയർ കയറുന്നതും ഇറങ്ങുന്നതുമായിട്ട് മിസ്സസ് ഫീൽഡിന് തോന്നുമായിരുന്നു. അപ്പോൾ ഈലിക്ക് പേടി ഉണ്ടായിരുന്നെങ്കിലും മിസ്സസ് ഫീൽഡിന് പേടി ഉണ്ടായിരുന്നില്ല. ഓക്കെ, he says that he was not good or religious as his grandmother, which explains why he was more afraid. ഓക്കെ, നമുക്ക് ഇതിനകത്ത് മെയിൻലി ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മിസ്സസ് ഫീൽഡ് കുറച്ചുകൂടെ റിലീജിയസ് ആയിരുന്നത് കൊണ്ട് തന്നെ മിസ്സസ് ഫീൽഡിന് അത്ര പേടി വന്നില്ല. പക്ഷേ നേരെ തിരിച്ച് ഈലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈലിയ അത്രത്തോളം റിലീജിയസ് അല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് പേടിയൊക്കെ ഈലിയയ്ക്ക് വന്നു. ദ ചിൽഡ്രൻ ലിസ്ണിംഗ് ടു ദ സ്റ്റോറി റിയാക്ട് വിത്ത് ക്യൂരിയോസിറ്റി ആൻഡ് കറേജ്. ജോൺ ട്രൈസ് ടു ലുക്ക് ബ്രേവ്. അതായത് നമുക്കിപ്പം നമ്മൾ കുട്ടികളടുത്ത് ഓരോരോ കഥകൾ പറയുമ്പോൾ നമുക്ക് അവരുടെ പല തരത്തിലുള്ള റിയാക്ഷൻ കാണാൻ പറ്റും. ചിലപ്പോൾ അവർ ചിരിക്കും, ചിലപ്പോൾ അവർക്ക് പേടിയാവും. പക്ഷേ എന്തൊക്കെയാണെങ്കിലും എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, എനിക്കിത് കേട്ടിട്ടും ഞാൻ ബ്രേവാണ് എന്ന രീതിയിൽ നിൽക്കാനല്ലേ കുട്ടികൾ എപ്പോഴും നോക്കത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു പ്രേതത്തിൻ്റെ കഥ പറഞ്ഞപ്പം ഇതിൻ്റെ അകത്തുള്ള 2 കുട്ടികൾക്കല്ലേ ഈയിലെ കഥ പറഞ്ഞു കൊടുക്കുന്ന. ഓക്കെ, ഞാൻ ആ കുട്ടികളുടെ പേര് പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ അകത്ത് ബോയ് ചൈൽഡിൻ്റെ പേര് ജോൺ എന്നും ആൻഡ് ഗേൾ ചൈൽഡിൻ്റെ പേര് ആലിസ് എന്നോ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈലയുടെ 2 മക്കളുടെ പേരാണ് ജോണും ആലിസും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കഥകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിൽഡ്രൻ ഓരോരോ എക്സ്പ്രഷൻസ് ഇടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ആദ്യം നമ്മൾ പറഞ്ഞല്ലോ മിസ്സസ് ഫീൽഡ് ഒരു ഗ്രേറ്റ് ഡാൻസറാണ്. അത് കേട്ടപ്പോൾ ആലിസിന് നല്ല സന്തോഷമായി, ബിക്കോസ് ആലിസിനും ഡാൻസ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. ആൻഡ് അതേപോലെ ഇവിടെ ഒരു ഗോസ്റ്റിൻ്റെ കഥ പറഞ്ഞപ്പം ജോൺ എന്ത് ചെയ്തു, ബ്രേവ് ആയിട്ടിരിക്കാൻ നോക്കി. അതായത് എനിക്ക് പേടിയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കി. ഓക്കെ, അത് ചിൽഡ്രൻ്റെ ഇന്നസെൻസ് ആണ് പ്രൂവ് ചെയ്യുന്നത്. പിന്നീട് ഇതിൻ്റെ അകത്ത് മിസ്സസ് ഫീൽഡ് തൻ്റെ ഗ്രാൻഡ് ചിൽഡ്രനോടുള്ളൊരു പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഫീൽഡ് വാസ് കൈൻഡ് ടു ഓൾ ഹർ ഗ്രാൻഡ് ചിൽഡ്രൻ ആൻഡ് ഇൻവൈറ്റഡ് ദം ടു ദ ഗ്രേറ്റ് ഹൗസ് ഡ്യൂറിങ് ഹോളിഡേയ്സ്. അതായത് എല്ലാ ഗ്രാൻഡ് ചിൽഡ്രൻ്റെ അടുത്ത് നല്ല സ്നേഹമുള്ളൊരു വ്യക്തിയായിരുന്നു, കൈൻഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു മിസ്സസ് ഫീൽഡ് എന്ന് പറയുന്നത്. ആൻഡ് ഹോളിഡേ ഒക്കെ വരുമ്പോൾ എപ്പോഴും അവരെയൊക്കെ തൻ്റെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു മിസ്സസ് ഫീൽഡ്. അപ്പോൾ നരേറ്ററിന് ആ ഒരു വീട്ടിലോട്ട് പോകുന്നതും അവിടെ ഓരോ കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നതും ഒക്കെ നരേറ്ററിന് ഓർമ്മ വരികയാണ്. അപ്പോൾ വൺ ഓഫ് ഹിസ് ഫേവറേറ്റ് ആക്ടിവിറ്റീസ് വാസ് ലുക്കിംഗ് അറ്റ് ദ ഓൾ ബെസ്റ്റ് ഓഫ് ദ 12 Caesars, ദ റോമൻ എംപറേഴ്സ്. ഓക്കെ, ആ വീട്ടിലുള്ള ഓരോരോ ഹിസ്റ്ററിക്കലായിട്ടുള്ള കാര്യങ്ങളും ഓരോരോ പെയിൻറ്റിങ്സും ഓരോ ബ്രാഞ്ചസും ഗാർഡനും എല്ലാം നോക്കുന്നത് ഈലിയ എന്ന് പറയുന്ന നരേറ്ററിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നരേറ്റർ അവിടെ പോയിട്ട് മാർബിൾ ഹെഡ്സിലൂടെയും ആൻഡ് ഓരോരോ പെയിൻറ്റിംഗ് ഒക്കെ നല്ലതുപോലെ നോക്കുമായിരുന്നു, അത് സ്റ്റെയർ ചെയ്ത് നിൽക്കുമായിരുന്നു. ദിസ് ഷോസ് ദ പവർ ഓഫ് ദ നരേറ്റേഴ്സ് ഇമാജിനേഷൻ. ഓക്കെ, ആൻഡ് ആ ഒരു വലിയ വീട്ടിൽ ഒരുപാട് എംപ്റ്റി ആയിട്ടുള്ള ഒരു റൂം ഉണ്ടായിരുന്നു. വോൾ ഹാങ്ങിങ്സ് ഉണ്ടായിരുന്നു, ടപ്പേസ്ട്രീസ് ഉണ്ടായിരുന്നു, വുഡൻ പാനൽസ് ഉണ്ടായിരുന്നു, ഓൾഡ് ഗ്ലൈഡിങ്സ് ഉണ്ടായിരുന്നു. അതായത് ഒരുപാട്
എന്താണ് അതിനൊരു ലൈഫ് ലൈക്ക് ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ ഡിസപ്പിയർ ആയി. അതുകൊണ്ടാണ് എം ടി ആയിട്ടുള്ള റൂമും എന്താണ് എല്ലാ വോൺ ഔട്ട് ആയിട്ടുള്ള വോൾ ഹാങ്ങിങ്സും ഒക്കെ ഉണ്ടാകത്തുള്ളത്. വോൺ ഔട്ട് എന്ന് വെച്ചാൽ ഇനി അത് എന്താണ് അതുകൊണ്ടൊരു ഉപയോഗമില്ല, അത്രയും നശിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു മെലങ്കോളിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നീട് ആ ഒരു വീടിൻ്റെ ഒരു ഗാർഡനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ആ വീടിൻ്റെ ഗാർഡൻ എന്ന് പറയുന്നത് ഓൾഡ് ഫാഷൻ ആയിരുന്നു. അവിടെ ഒരുപാട് ട്രീസ് ഉണ്ടായിരുന്നു. അതായത് പീച്ച് ട്രീ ഉണ്ടായിരുന്നു, യു ട്രീസ് ഉണ്ടായിരുന്നു, നെക്ട്രൈൻസ് ഉണ്ടായിരുന്നു, ഗ്രാസ് ഉണ്ടായിരുന്നു, ഓറഞ്ച് ട്രീസ്, ലൈം ട്രീസ്, ഒരു ഫിഷ് പോണ്ട്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിറഞ്ഞു നിന്നൊരു പ്ലേസ് ആയിരുന്നു അതെന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഗാർഡൻ. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഇത്രയും ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നെങ്കിലും നരേറ്റർ അവിടെ നിന്ന് ഒന്നും എടുത്ത് കഴിക്കൂലായിരുന്നു. ഓക്കെ, കുട്ടിയായിരുന്നപ്പോഴും നരേറ്റർ ഒന്നും എടുത്ത് കഴിക്കൂലായിരുന്നു. അങ്ങനെ അവിടെയുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യാനായിരുന്നു നരേറ്ററിന് ഇഷ്ടം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം നമ്മളുടെ കൂടെ ഇരിക്കുന്ന ജോൺ എന്ന് പറയുന്ന മകനുണ്ടല്ലോ, മകനും കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ് അവിടെ നിന്ന് ഒരുപാട് ഫുഡ് കഴിക്കാതിരിക്കാൻ. ലൈക്ക് അവർ തിന്നുമ്പോൾ അവനെ കൊണ്ടും പറ്റും കുറച്ച് പിടിച്ച് നിൽക്കാൻ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. സാധാരണ ഫുഡ് കാണുമ്പോൾ പിള്ളേർ എന്ത് ചെയ്യും, ചാടി പോയി കഴിക്കും, എന്നെ ഇഷ്ടമുള്ള ഫുഡാണെങ്കിൽ. അപ്പോൾ ഇവിടെ ജോൺ എന്ന് പറയുന്ന കുട്ടി അതാണ് കേട്ടോണ്ട് നിൽക്കുമ്പോൾ അവരുടെ കയ്യിൽ ഫുഡ് ഐറ്റം ഉണ്ട്. ഈ സിസ്റ്റർ പാസ് ചെയ്ത് കൊടുക്കുകയാണ് ഫുഡ് ജോൺ. പക്ഷേ ജോൺ ഇങ്ങനെ കഴിക്കാതെ എന്നെ കൊണ്ട് പറ്റും, എനിക്കുണ്ട് ഈ കപ്പാസിറ്റി പിടിച്ചിരിക്കാനുള്ള രീതിയിൽ കഴിക്കാതിരിക്കുന്നു. അതൊക്കെ ഒരു ഫണ്ണ്, ഒരു കോമിക് റിലീഫ് അല്ല, ബട്ട് ആക്ച്വലി ഒരു കോമിക് ആയിട്ടുള്ള ഒരു കുഞ്ഞു കുട്ടികളുടെ ഒരു ഇന്നസെൻസ് ആണ് ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു ഇൻസ്റ്റൻസസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് പിന്നീട് ഇതിൻ്റെ അകത്ത് അങ്ങോട്ട് അദ്ദേഹം ഓരോ സ്ഥലത്തിലൂടെ നടക്കുന്നതും ബെറീസ് നോക്കുന്നതും ഗാർഡൻ്റെ സ്മെൽ എൻജോയ് ചെയ്യുന്നതും പിന്നെ ഫിഷ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് വാച്ച് ചെയ്ത് നിൽക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ അത്രത്തോളം നല്ല ഒബ്സർവ് ചെയ്യുന്നൊരു മൈൻഡുള്ളൊരു വ്യക്തിയായിരുന്നു ഈലിയ എന്ന് പറയുന്നത് കുഞ്ഞിലെ തന്നെ. ഓക്കെ, അത്രയും കുഞ്ഞിലെ തന്നെ ഹി പ്രിഫേഴ്സ് ഇമാജിനേഷൻ ആൻഡ് ഒബ്സർവേഷൻ ടു ഓർഡിനറി ചൈൽഡിഷ് പ്ലഷേഴ്സ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് അങ്കിളായിട്ടുള്ള ജോണിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഈ കുട്ടികളുടെ അങ്കിൾ ജോൺ, നരേറ്ററിൻ്റെ ബ്രദർ. ഓക്കെ, ഫീൽഡ് ലവ്ഡ് ഓൾ ഹർ ഗ്രാൻഡ് ചിൽഡ്രൻ ബട്ട് ഷീ എസ്പെഷ്യലി ലവ്ഡ് ജോൺ. കാരണം ജോൺ എന്ന് പറയുന്നത് ഭയങ്കര എനർജറ്റിക് ആയിരുന്നു, കറേജിയസ് ആയിരുന്നു, ഹാൻസം ആയിരുന്നു, അഡ്വഞ്ചറസ് ആയിരുന്നു, ഫുൾ ഓഫ് ലൈഫ് ആയിരുന്നു. അതായത് ജോണിന് എല്ലാ ഗ്രാൻഡ് ചിൽഡ്രനെ ഇഷ്ടമായിരുന്നെങ്കിൽ പോലും ഫീൽഡിന് ജോണിനോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് ഹിസ് ലൈഫ് ലൈക്ക് നേച്ചർ, ലൈഫ് നിറഞ്ഞൊരു, അതായത് ഫുൾ ഓഫ് ലൈഫ് ആയിട്ടുള്ളൊരു സ്വഭാവമായിരുന്നു ജോൺ എന്ന് പറയുന്നത്. ആൻഡ് എല്ലാ കുട്ടികളുടെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിലും ജോൺ ആയിരുന്നു ഏറ്റവും കിങ് ലൈക്ക് എന്ന് പറയുന്നത്. അതായത് അത്രയും നല്ല ക്വാളിറ്റീസ് ഉണ്ടെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ജോൺ എപ്പോഴും അഡ്വഞ്ചറസ് ആയിരുന്നു. വൈൽ ഈലിയ എന്ന് പറയുന്ന നരേറ്റർ അത്രത്തോളം അഡ്വഞ്ചറസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓക്കെ, ജോണിന് ഹോഴ്സ് റൈഡ് ഇഷ്ടമായിരുന്നു, ട്രാവലിംഗ് ഇഷ്ടമായിരുന്നു, ഹണ്ടിങ് പാർട്ടീസ് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഫുള്ളി എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ജോൺ എന്ന് പറയുന്ന അങ്കിൾ. അപ്പോൾ ജോൺ എന്ന് പറയുന്നത് നരേറ്ററിനെക്കാട്ടും ഓൾഡർ ആയിട്ടുള്ളൊരു സിബ്ലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഈ നരേറ്റർ വാസ് എ ബോയ് വിത്ത് എ ലെയിം ഫുട്ട്. ജോൺ യൂസ് ടു ക്യാരി ഹിം ഓൺ ഹിസ് ബാക്ക് ഫോർ മൈൽസ് വെൻ ഹി കുഡ് നോട്ട് വാക്ക് ബിക്കോസ് ഓഫ് പെയിൻ. അതായത് ജോൺ നരേറ്ററിന് വയ്യാത്ത സിറ്റുവേഷനിൽ, നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ജോൺ ആയിരുന്നു നരേറ്ററിനെ മൊത്തം ഹെൽപ്പ് ചെയ്തിരുന്നത്. അത്രയും സ്നേഹമുള്ളൊരു വ്യക്തിയായിരുന്നു ജോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം ജോണിന് സ്വയം ലെയിം ഫൂട്ടഡ് ആയപ്പോൾ, അതായത് കാലിനൊരു പ്രശ്നം വന്നപ്പോൾ നരേറ്ററിന് ജോൺ പണ്ട് തന്നെ കെയർ ചെയ്ത പോലെ അത്രയും കെയർ ചെയ്യാൻ പറ്റിയില്ല. ഇൻഫാക്ട് നരേറ്ററിന് ഇപ്പോഴും ആ ഒരു റിഗ്രറ്റ് ഉണ്ട്, തൻ്റെ സ്വന്തം ബ്രദറിന് ഈ എത്രത്തോളം കെയർ ചെയ്യാനോ നോക്കാനോ ഒന്നും പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളത്. അതായത് ജോൺ മരിച്ചതിന് ശേഷമാണ് താൻ ജോണിനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യം നരേറ്ററിന് മനസ്സിലാവുന്നത്. സോ ദ നരേറ്റർ അഡ്മിറ്റ്സ് ദാറ്റ് ഹി ഡിഡ് നോട്ട് ഓൾവേസ് ഷോ enough sympathy towards John when John was impatient or in pain. He realizes that he should have remembered how kind John had been to him when he himself was suffering. അതായത് ഒരു ഫീലിംഗ് ഓഫ് റിഗ്രറ്റ് ആണ്. ഓക്കെ, ഇനി ഇതിന് ശേഷം ആണ് ജോൺ മരിക്കുന്നത്. ജോൺ മരിച്ചതിന് ശേഷം കുറച്ച് നേരം ആയെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരുപാട് നാൾ കഴിഞ്ഞ കണക്ക് തോന്നുന്നത്. അതായത് അത്രത്തോളം വിഷമിച്ച് നിൽക്കുകയാണ് നമ്മളുടെ നരേറ്റർ എന്ന് പറയുന്നത്. ഹി എക്സ്പ്രസസ് ദ സ്ട്രേഞ്ച് ഡിസ്റ്റൻസ് ക്രിയേറ്റഡ് ബൈ ഡെത്ത്. അപ്പോൾ മരിച്ച സമയത്ത് നരേറ്റർ അത്ര കരഞ്ഞതുപോലെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നരേറ്ററിന് വിചാരിച്ചു എന്നെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഈ ജോണിൻ്റെ ഡെത്ത് എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ അത്രയും കരയാതിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എക്സ്ട്രീമായിട്ട് നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ കരയാതിരിക്കുകയാണ് ചെയ്യുന്നത്, എത്രത്തോളം കരയേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ പോലും. അപ്പോൾ ഇവിടെയും സെയിം സിറ്റുവേഷനാണ് നരേറ്ററിന് വന്നിട്ടുള്ളത്. ഒരുപാട് കരഞ്ഞില്ല, പക്ഷേ ലേറ്റർ ജോൺ ഹോണ്ടഡ് ഹിം ത്രൂ ദ മെമ്മറി. അതായത് ലൈഫ് ലോങ് ജോണിൻ്റെ മെമ്മറീസ് ആയിരുന്നു നരേറ്ററിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. The narrator realizes that he had loved John much more deeply than he had understood when John was alive. ജോൺ ജീവിച്ചിരുന്നപ്പോൾ ഇത്രത്തോളം ജോണിനോട് സ്നേഹം ഉണ്ടായിരുന്നു എന്ന് നരേറ്റർ റിയലൈസ് ചെയ്തില്ല. പക്ഷേ മരണത്തിന് ശേഷം നരേറ്ററിന് ഒരുപാട് റിയലൈസേഷൻസ് വരെയാണ്. ഓക്കെ, അപ്പം നരേറ്റർ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ജോണിൻ്റെ കൈൻഡ്നെസ്, ഈവൻ ജോണിൻ്റെ ദേഷ്യം, അവർ തമ്മിലുണ്ടായിരുന്ന ഓരോരോ അടികൾ, വഴക്ക്, ജോണിൻ്റെ പ്രസൻസ് ഇറ്റ്സെൽഫ് മിസ് ചെയ്യാണ് ഈ നരേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആഫ്റ്റർ ലോസിങ് സംവൺ ഈവൻ ദ തിങ്സ് വി വൺസ് ഡിസ്ലൈക്ഡ് അബൌട്ട് ദം ക്യാൻ ബിക്കം പ്രഷ്യസ് എന്ന് പറയുന്നൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇവിടെ വെക്കുന്നത്.
ആൻഡ് ദ നരേറ്റർ വുഡ് റാദർ ഹാവ് ജോൺ അലൈവ് ആൻഡ് ക്വാറലിംഗ് വിത്ത് ഹിം ദാൻ ഹാവ് ഹിം കംപ്ലീറ്റ്ലി ഗോൺ. അതായത് അത്രത്തോളം ഒരു ഡീപ്പായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിഷമമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഹി കമ്പയർസ് ജോൺസ് ആബ്സെൻസ് ടു ദ ലോസ് ഓഫ് എ ലിംബ് ബിക്കോസ് ജോൺ ഹിംസെൽഫ് ഹാഡ് സഫേർഡ് ഫ്രം ദ ലോസ് ഓഫ് എ ലിംബ്. ഓക്കെ, പിന്നെ ഇതിന് ശേഷം നരേറ്റർ തന്നെ ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഒരു റിയാക്ഷൻ പറയാണ്. ഈ കഥകളൊക്കെ കേട്ടപ്പം ഈ കുട്ടികൾ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികളോട് സാഡ് സ്റ്റോറി പറയുമ്പോൾ അവരൊന്നെങ്കിൽ കരയും അല്ലെങ്കിൽ വേറെ സ്റ്റോറിയിലോട്ട് മാറ്റാൻ പറയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സെയിം കാര്യം തന്നെ നടക്കുന്നത്. കുട്ടികൾക്ക് ഇതൊക്കെ കേട്ടപ്പോൾ നല്ല വിഷമം വന്നു. ആൻഡ് കുട്ടികൾ പറയാണ്, ദേ ആസ്ക് ഹിം ടു ടെൽ ദ സ്റ്റോറി അബൌട്ട് ദ ബ്യൂട്ടിഫുൾ ഡെഡ് മദർ. അതായത് അമ്മയെക്കുറിച്ചുള്ള കഥകൾ പറയാച്ചാൽ ഇത് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു അൺറിക്വറ്റഡ് ആയിട്ടുള്ള ലവ് കുറിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓക്കെ, ആലിസ് എന്നായിരുന്നു നരേറ്റർ ഈലിയയുടെ ലവിൻ്റെ പേര്. ദ നരേറ്റർ ബിഗിൻസ് ടെല്ലിംഗ് ദ ചിൽഡ്രൻ അബൌട്ട് ആലിസ്. ഹി സേസ് ദാറ്റ് ഫോർ 7 long years he courted Alice. His relationship with her was filled with hope, despair, persistence and uncertainty. അതായത് 7 വർഷം ആലിസിനെ സ്നേഹിച്ചു, വേണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ സ്റ്റിൽ കിട്ടൂല എന്നുള്ള അൺസർട്ടണിറ്റി ഉണ്ടായിരുന്നു. ഹി എക്സ്പ്ലെയിൻസ് ടു ദ ചിൽഡ്രൻ ദാറ്റ് ദ യങ് വുമൺ കുഡ് സംടൈംസ് ഷോ കോയ്നെസ്, ഡിഫിക്കൽട്ടി, ഡിനയൽ. ഇൻ അതർ വേർഡ്സ്, ആലിസ് ഡിഡ് നോട്ട് ഇമീഡിയറ്റ്ലി അക്സെപ്റ്റ് ഹിസ് ലവ്. ദ റിലേഷൻഷിപ്പ് ദെയർഫോർ റിമെയിൻഡ് അൺറിസോൾവ്ഡ്. അതായത് തിരിച്ച് കിട്ടാത്തൊരു സ്നേഹം തന്നെ കാണിക്കുന്നത്. നരേറ്റർ വിഷയമാണ്. കുറച്ചൊരു ഷൈനെസ് കാണിച്ചിരുന്നെങ്കിൽ, കുറച്ച് എന്തെങ്കിലും ഒന്ന് എക്സ്പ്രസ് ചെയ്തിരുന്നെങ്കിൽ ഹി വുഡ് ഹാവ് ബിക്കം ഹാപ്പി. ബട്ട് ഇവിടെ എന്ന് പറയുന്നത് ഒരു അൺറിസോൾവ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു ലവാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം while the narrator is talking to the children about Alice, something strange happens. He turns towards the little girl Alice. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു സ്റ്റോപ്പ് ഇട്ടിട്ടൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം നിങ്ങൾ നോട്ടീസ് ചെയ്ത് കാണും. ഈ സ്റ്റോറിയിൽ ഈലിയ എന്ന് പറയുന്നത് തൻ്റെ ഇമാജിനറി ചിൽഡ്രന് കൊടുത്തിരിക്കുന്ന നെയിം എന്ന് പറയുന്നത് ജോണും ആലിസും ആണ്. ഓക്കെ, അപ്പോൾ ജോൺ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആ ബ്രദറിൻ്റെ പേരായിരുന്നു ജോൺ എന്ന് പറയുന്നതും. ആൻഡ് ഇതിൻ്റെ അത് ലവ് ഓഫ് ഹിസ് ലൈഫ് എന്ന് പറയുന്നത് ആലിസ് ആണ്. അപ്പോൾ ആലിസിൻ്റെ നെയിം തന്നെയാണ് തൻ്റെ മകളായിട്ടുള്ള ഈ ഇമാജിനറി ഗേൾ ചൈൽഡ് ആയിട്ടുള്ള ആലിസിനും കൊടുത്തേക്കുന്നത്. സോ അദ്ദേഹത്തിന് കിട്ടാതെ പോയിരിക്കുന്ന സ്നേഹം തൻ്റെ ഇമാജിനറി ക്യാരക്ടേഴ്സിലൂടെ കിട്ടാനാണ് അദ്ദേഹം ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നരേറ്റർ തൻ്റെ മകളെ നോക്കിയപ്പോൾ, മകളുടെ കണ്ണുകളിലൂടെ നോക്കിയപ്പം ഹി ഫെൽ ലൈക്ക് തൻ്റെ വൈഫായിട്ടുള്ള ആലിസിനെ തന്നെയാണ് കാണുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നി. സോ അദ്ദേഹത്തിന് സഡൻലി തൻ്റെ വൈഫിനെയാണോ കാണുന്നത്, തൻ്റെ മകളെ ആണോ കാണുന്നത് എന്നൊരു കൺഫ്യൂഷൻ വന്നു. ഹി കനോട്ട് ടെൽ വിച്ച് ആലിസ് ഇസ് സ്റ്റാൻഡിങ് ബിഫോർ ഹിം, വെദർ ഹി ഈസ് ലുക്കിംഗ് അറ്റ് ദ ചൈൽഡ് ഓർ ദ വുമൻ ഓർ ഹൂസ് ബ്രൈറ്റ് ഹെയർ ഹി ഈസ് സീയിങ്. അതായത് ആ മുടിയും കണ്ണുകളൊക്കെ തോന്നിയപ്പോൾ തൻ്റെ വൈഫ് തന്നെ അവിടെ നിൽക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. ദിസ് ഇസ് വെയർ മെമ്മറി ആൻഡ് പ്രസൻറ്റ് റിയാലിറ്റി മേർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മെമ്മറിയും പ്രസൻറ്റ് റിയാലിറ്റി, അതായത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നൊരു സംഭവം ഇനി നമുക്ക് തെളിഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ ഈ ചിൽഡ്രൻ അദ്ദേഹം ആ കുട്ടികളെങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ കുട്ടികൾ ഡിസപ്പിയർ ആകുന്നത് കണക്ക് അദ്ദേഹത്തിന് സ്വയം തോന്നുകയാണ്. അവരുടെ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഫെയിൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദേ മൂവ് ഫാർദർ ആൻഡ് ഫാർദർ എവേ, ദൂരോട്ട് പോകുന്നത് കണക്ക് തോന്നുന്നു. ഇവൻച്വലി ദ നരേറ്റർ ക്യാൻ സീ ഓൺലി 2 sorrowful faces in the distance. The children then reveal the truth. ആ കുട്ടികൾ പിന്നെ സത്യം പറയാണ്. എന്താണ് സത്യം? They are not really Alice's children. They are not really his children. They are not children at all. They are dreams. They are what might have been. What might have been. എന്താണ് ആകാമായിരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഇവിടെ റിയാലിറ്റിയിൽ നടക്കുന്നില്ല. ശരിക്കും ഒരു കുഞ്ഞുങ്ങളില്ല, അദ്ദേഹത്തിന് വൈഫില്ല, അദ്ദേഹം മാരീഡ് അല്ല. ബട്ട് അദ്ദേഹം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിന് ഇമാജിൻ ചെയ്തത്. വി ആർ ഓൺലി വാട്ട് മൈറ്റ് ഹാവ് ബീൻ. ദിസ് ഇസ് പെർഹാപ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐഡിയ ഫോർ ദിസ് എസ്സേ. ഓഫ് ദിസ് എസ്സേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ ചിൽഡ്രൻ റിപ്രസെൻറ്റ് എ ലൈഫ് ദാറ്റ് നെവർ ഹാപ്പൻഡ്. ശരിക്കും നടക്കാത്തൊരു ജീവിതമാണ് ഈ ചിൽഡ്രൻ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദ നരേറ്റർ ഹാഡ് ലവ്ഡ് ആലിസ് ബട്ട് ദേ ഡിഡ് നോട്ട് മാരി ആൻഡ് ഹാവ് ചിൽഡ്രൻ. Therefore, the children he imagines are the children he could have had. അതായത് അദ്ദേഹത്തിന് ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് കഥ മനസ്സിലായി എന്നൊരു ഇതിലാണ് ഞാൻ ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, സോ ദാറ്റ് യു കുഡ് റൈറ്റ് ദിസ് പോയിന്റ്സ് ഇൻ യുവർ ആൻസർ പേപ്പർ. അപ്പം അദ്ദേഹം പറയാണ്, ദേ ആർ നോട്ട് ആക്ച്വൽ ചിൽഡ്രൻ, ദേ ആർ ദ പ്രൊഡക്റ്റ് ഓഫ് ഡിസയർ, ഇമാജിനേഷൻ, റിഗ്രറ്റ് ആൻഡ് ലോസ്റ്റ് പോസിബിലിറ്റീസ്. അപ്പോൾ ഇതൊരു അൺഫുൾഫിൽഡ് ഫ്യൂച്ചറാണ് അദ്ദേഹത്തിൻ്റെ ഈ ക്യാരക്ടേഴ്സ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നീട് ആ ചിൽഡ്രൻ പറയാണ് ദേ മസ്റ്റ് വെയിറ്റ് ഓൺ ദ ഷോ ഓഫ് ദ ലെഥെ, LETHE. അപ്പം ഫോർ ഏജസ് ബിഫോർ ദേ കുഡ് ഹാവ് എക്സിസ്റ്റൻസ് ആൻഡ് എ നെയിം. ലതി എന്ന് പറയുന്നത് ഗ്രീക്ക് മിത്തോളജിയിൽ ഇറ്റ് ഈസ് ദ റിവർ ഓഫ് ഫോർഗെറ്റ്ഫുൾനെസ് ഇൻ ദ അണ്ടർ വേൾഡ്. അതായത് ഒരു മരിച്ച ആൾ അവിടെ പോയിട്ട് എന്തെങ്കിലും കുടിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ മുന്നേ കഴിഞ്ഞു പോയ ജീവിതം അവർ മറക്കും. അതാണ് ആ ഒരു റിവറിൻ്റെ സിഗ്നിഫിക്കൻസ് ഗ്രീക്ക് മിത്തോളജിയിൽ.
അപ്പം ഇവിടെ ലാംബ് ഇമേജ് ഓഫ് ലതി പോയറ്റിക്കലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദി ഇമാജിനറി ചിൽഡ്രൻ എക്സിസ്റ്റ് ഇൻ എ കൈൻഡ് ഓഫ് സ്പേസ് ബിറ്റ്വീൻ എക്സിസ്റ്റൻസ് ആൻഡ് നോൺ എക്സിസ്റ്റൻസ്. അപ്പം റിയാലിറ്റിയിൽ ഈ കുട്ടികൾക്ക് ആക്ച്വൽ എക്സിസ്റ്റൻസ് ഇല്ല, ഐഡൻറ്റിറ്റി ഇല്ല, നെയിം ഇല്ല, പ്ലേസും ഇല്ല. അപ്പോൾ സഡൻലി നരേറ്റർ ഉറക്കത്തിൽ നിന്ന് എണീറ്റു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാച്ചിലർ ആം ചെയറിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള സെർവൻറ്റ് ബ്രിഡ്ജറ്റ് ഉണ്ട്. ആൻഡ് ജോണും ആലിസും ഒക്കെ പോയി, ഫോറെവർ പോയി. ആൻഡ് ദ നരേറ്റർ ഇസ് ദെയർഫോർ റിട്ടേൺഡ് ഫ്രം ഹിസ് ഡ്രീം വേൾഡ് ടു റിയാലിറ്റി. ഡ്രീമിൽ ഹി ഹാസ് ചിൽഡ്രൻ, ആലിസ്, ഫാമിലി, ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് എല്ലാം ഉണ്ട്. പക്ഷേ in reality he is unmarried, childless, alone and separated from the people he loved. This contrast produces the emotional power of the essay. ഈ എസ്സേയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഡ്രീം ചിൽഡ്രൻ എയർ എവറി എന്നല്ലേ. അപ്പോൾ അതിനകത്ത് നമുക്ക് രണ്ട് രീതിയിൽ മീനിങ് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എന്താ, ഡ്രീം ചിൽഡ്രൻ. ഇത് കേൾക്കുമ്പോൾ തന്നെ എന്താ നമുക്ക് തോന്നും നരേറ്ററിൻ്റെ ഒരു ഡ്രീമാണ്, സ്വപ്നം മാത്രമാണ്. സെക്കൻഡ് മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് റിപ്രസെൻറ്റ് ഹിസ് ഡ്രീം ഓഫ് എ ഫാമിലി ലൈഫ് ദാറ്റ് ഹി നെവർ എക്സ്പീരിയൻസ്ഡ്. അദ്ദേഹത്തിന് വേണ്ടുന്ന ഒരു ഡ്രീം അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സ്വപ്നമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഡ്രീം. ഓക്കെ, അദ്ദേഹത്തിന് ഒരു ഫാമിലി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയില്ല. ഓക്കെ, അതാണ് സെക്കൻഡ് മീനിങ് എന്ന് പറയുന്നത്. Therefore the dream children means both children created by a dream and children representing a dreamed but അൺറിയലൈസ്ഡ് ഫ്യൂച്ചർ. ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള തീംസ് എന്ന് പറയുന്നത് മെമ്മറി വരാം, ലോസ് ആൻഡ് ഡെത്ത് വരാം. അതിൻ്റെ അകത്ത് ജോണിൻ്റെ സ്റ്റോറി പറയാം കേട്ടോ, ഗ്രാൻഡ് മദറിൻ്റെ സ്റ്റോറി, പിന്നെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, അതിൻ്റെ ഒരു ഡീക്കേ, എല്ലാ കാര്യങ്ങളും പറയാം. പിന്നെ റിഗ്രറ്റ്, പിന്നെ ഇമാജിനേഷൻ വേഴ്സസ് റിയാലിറ്റി, ചൈൽഡ്ഹുഡ്, ദ പാസേജ് ഓഫ് ടൈം, അൺഫുൾഫിൽഡ് ലവ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എസ്സേ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഈസിയാണ് ഈ ഒരു എസ്സേ എന്ന് പറയുന്നത്. കോൺവെർസേഷണൽ സ്റ്റൈലാണ് എഴുതിയിരിക്കുന്നത്, ഓട്ടോബയോഗ്രഫിക്കൽ ടോൺ ഉണ്ട്, നൊസ്റ്റാൾജിക് ആണ്, ഇമോഷണൽ സ്റ്റൈലുണ്ട്, ഹ്യൂമർ മിക്സ്ഡ് വിത്ത് സാഡ്നെസ് ഉണ്ട്, പിന്നെ ഒരു ഡ്രീം ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. പിന്നെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് എഴുതാൻ പറ്റും. ചാൾസ് ലാംബ് അല്ലെങ്കിൽ ഈലിയാടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുമ്പോൾ പേഴ്സണൽ എസ്സേസിന് ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, സെൻസിറ്റീവ് ആണ്, ഇമാജിനേറ്റീവ്, നൊസ്റ്റാൾജിക്, ഇമോഷണൽ, റിഫ്ലക്റ്റീവ്, കേപ്പബിൾ ഓഫ് ഡീപ്പ് അഫെക്ഷൻ, ഹിസ് ട്രബിൾഡ് ബൈ റിഗ്രറ്റ്. അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് സ്വയം അനലൈസ് ചെയ്ത് എഴുതാൻ പറ്റുന്നൊരു എസ്സേ ആണ്. അപ്പം ഈ എസ്സേയുടെ സ്ട്രക്ചർ നിങ്ങൾക്ക് പോയിന്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അത് ചൈൽഡ്ഹുഡ് ആൻഡ് മിസ്സിസ് ഫീൽഡിൻ്റെ സ്റ്റോറി പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ദ ഗ്രേറ്റ് ഹൗസ് ആൻഡ് ദ ഗാർഡൻ, മൂന്നാമത്തെ അങ്കിൾ ജോൺ, പിന്നെ ആലിസ്, പിന്നെ ഡ്രീം ആൻഡ് അവേക്കണിങ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ സ്റ്റോറി സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇറ്റ് ഷോസ് ദ പാസ്റ്റ് ദാറ്റ് ക്യാൻ നെവർ ട്രൂലി ബി റിക്കവേർഡ്. പാസ്റ്റ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. അത് കണക്ക് തന്നെ വാട്ട് വി ഹാവ് എക്സ്പീരിയൻസ്ഡ്, വാട്ട് വി റിമെമ്പർ ആൻഡ് വാട്ട് വി വിഷ്ഡ് കുഡ് ഹാവ് ഹാപ്പൻഡ് എന്നീ കാര്യങ്ങളാണ് നമുക്ക് ഈ ഡ്രീമിലൂടെ മനസ്സിലാകുന്നത്. ഓക്കെ, ഐ ഹോപ്പ് എല്ലാ പോയിൻറ്റ്സും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, ആൻഡ് ഐ വിൽ ഹെൽപ്പ് യു വിത്ത് ദോസ് തിങ്സ്. താങ്ക് യു.